ആ വെള്ളം കൂടെ എടുക്ക. എന്തായി കാണിക്കണത്? വാ എണീക്ക്. ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ ആവാൻ മാത്രം നിനക്കുള്ള പ്രശ്നങ്ങൾ എന്താ? നിന്റെ സ്ഥലം എവിടെ? എൻ്റെ സ്ഥലം കുറച്ച് ദൂരെ. പിന്നെ എങ്ങനെ നീ അവിടെ എത്തിപ്പെട്ടു? നിനക്ക് ആരും ഇല്ലേ? എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുഞ്ഞുനാളിൽ ഉപ്പ നഷ്ടപ്പെട്ട എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ മാത്രമാണ്. കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിച്ചും കഴിയുന്ന കാലം. മോനെ സുക്കൂറേ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. മോനെ സുക്കൂറേ, സുക്കൂറേ, എന്തോ മദ്രസയിൽ പോകാൻ നേരം വൈകില്ലേ? ഞങ്ങൾ നേരത്തെ പോയിട്ട് കാര്യമില്ല, ഉസ്താദ് നേരം വീട്ട് വരുള്ളൂ. അത് ഇജ്ജ് നോക്കണ്ട. സുക്കൂറേ, ചായ താ. മോനെ മദ്രസ വിട്ട് വരുമ്പോൾ അരക്കിലും പിണ്ണാക്കും വാങ്ങിച്ചിട്ട് പോരട്ടാ. തിന്നൂട്. ഒന്നും കഴിച്ചില്ല. ഞാൻ പോവാ. ആ
അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. റസിയ, റസിയ, ചെറുപ്പം തൊട്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തുടങ്ങിയ എനിക്ക് ആകെയുള്ള ഒരാശ്വാസം അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ റസിയായിരുന്നു. മദ്രസ പോയ ശുക്കൂറൊക്കെ എപ്പോഴേ പോയി? അല്ല സുക്കൂറെ, പിണ്ണാക്ക് എവിടെ? ഞാൻ മറന്നുമ്മ. സ്കൂളിൽ പോയി വരുമ്പോ കൊണ്ടുവരാം. ഇന്നും മത്തി തന്നെയാണോ? മത്തല്ല അയിലേ. എന്നാ ഒരു അരക്കിലോ കൊണ്ട് എടുത്തോളൂ. അല്ല കാതർക്ക, എവിടക്കാണ് നിങ്ങള്? ഞാൻ പോളിനെ ഒന്ന് കാണണം. എല്ലാ കാതറേ, പോളിന്റെ വലയിൽ ഇജും പെട്ടാ സൂക്ഷിക്കണട്ടാ. ആ അസ്സലാമു അലൈക്കും. ആ അല്ല ഉസ്താദ് പോയത് വൈകിട്ടാണ്, വന്നത് നേരത്തെ ആണല്ലോ. കഴിക്കതിന് വേണം. ഏയ്, ഒന്നും വേണ്ട. എങ്ങനെയാണോ നേരത്തെ വരാതിരിക്കുക? ഇന്നത്തെ മദ്രസ പറഞ്ഞേക്കല് രക്ഷിതാക്കൾക്ക് ചടങ്ങ് മാത്രമാണ്. അവർക്ക് നിർബന്ധം ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞേക്കലാണ്. 8 മണിക്ക് സ്കൂൾ വണ്ടി വരുമ്പോഴേക്കും കുട്ടികളെ കുളിപ്പിച്ച് യൂണിഫോം ഇട്ട് പൗഡർ ഇട്ട് വൃത്തിയാക്കി നിർത്തും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു ചായ. അതിനൊപ്പം ഉമ്മമാർക്കും കുട്ടികൾക്കൊപ്പം ഭംഗിയായി വന്ന് നിൽക്കണം. മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നതോ കിടക്കപ്പായെന്ന് എണീറ്റ പാട്. കുട്ടികളുടെ മൂക്കടക്കം പിഴിയാൻ ഉസ്താദ് വേണം. അതൊക്കെ കഴിയുമ്പോഴേക്കും മദ്രസ വിടാറാവും. പരിശുദ്ധ ഖുർആനായിട്ടാ പറഞ്ഞേക്കണേന്ന് രക്ഷിതാക്കളൊന്ന് ഓർക്കണം. അല്ലാ, വല്ലാത്തൊരു ലോകം. അല്ല, എന്താ എൻ്റെ പെണ്ണിട്ടിലൊക്കെ? പെണ്ണ് നോക്കുന്നുണ്ട്. പെണ്ണ് കെട്ടിയാ നോക്കാൻ എനക്കെന്താ പണി? ഞാനിപ്പോ എറണാകുളത്ത് അർബാന ഓപ്പറേറ്റർ അല്ലേ? എന്ന് വെച്ചാ അതൊരു വലിയ പണിയാ. അതെ. കാതറേ, ഒന്നിങ്ങ് വാ. എന്താ കാതറേ, നമ്മൾ കാണേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ നാളെ വീട്ടിലേക്ക് കണ്ടുവരാം. ഒരർത്ഥത്തിൽ എൻ്റെ കഷ്ടപ്പാടുകൾക്കും പ്രശ്നങ്ങൾക്കുമൊപ്പം ഞാൻ അവളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു.
വാടാ പറയടാ. എന്തെങ്കിലും ഈ കാണുന്നത് കാതറേ അന്നോടുള്ള ബന്ധം കൊണ്ട് കാശ് എനിക്ക് ഞാൻ കടായിട്ട് തന്നത് എന്താ ആളുടെ സ്വീപ്പാക്കുക. ഇയാളോടൊന്ന് പറഞ്ഞിട്ട് കാര്യം ചപ്പാ, ചെയ്യേണ്ട പണി വേറെ. റസിയ, മോളെ റസിയ, പാക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു മോളെ. പടച്ചോനെ. എന്താ ഉപ്പ, എന്തു പറ്റി? ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും എന്നോട് പറപ്പാ. പലിശക്കാരനാണെങ്കിലും പോളിനിച്ചിരി മനസാക്ഷിയുണ്ട്. പക്ഷെ അയാളുടെ മക്കള് തീരെ കണ്ണി ചോരില്ലാത്തവരാ, ക്രൂരന്മാരാവാം. എന്താ ഉപ്പ, ഉപ്പ നന്നായി വേർക്കുന്നുണ്ടല്ലോ. നമുക്ക് ആശുപത്രി പോവാം. വേണ്ട മോളെ, ഉപ്പാക്കൊരു കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഞാൻ ഷുക്കൂർ ഖാനെ വിളിക്കാം. എന്താ മോളെ? ഷുക്കൂർക്ക് എന്തേ? സുക്കൂർ പണിസ്ഥലത്താണല്ലോ. എന്തേ? ഉപ്പാക്ക് നല്ല സുഖല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. എന്താ റസിയ? ഉപ്പാക്ക് തീരെ വയ്യ. ഷുക്കൂർ ഖാൻ ഒന്ന് വിളിക്കോ? നീ ഉപ്പാടത്തേക്ക് ചെല്ല്, ഞാൻ വിളിച്ചിട്ട് വരാം.